ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ശിർക്ക് എന്താണ് എന്ന് തെളിയിക്കണമെന്ന് ചോദിച്ചപ്പോ മൗലവി അതിന് റാസിയുടെ ഒരു ഉദ്ധരണിയാണ് പറഞ്ഞത്. റാസിയുടെ ഉദ്ധരണിയാണ് ആയത്ത് കൊണ്ട് തെളിയിക്കണം എന്നതിന് മൗലവി മറുപടി പറഞ്ഞത് എന്താണ്? ആരാധന അർപ്പിക്കലാണ് ശിർക്ക്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, അത് തന്നെയാണ് മൗലവി ഞങ്ങളും പറയുന്നത്. ആരാധന അർപ്പിക്കുമ്പോഴേ അത് ശിർക്കാവുകയുള്ളൂ. സുന്നികളായ ഞങ്ങള് മഹാത്മാക്കളോട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുഹിയുദ്ദീൻ ശൈഖിനോട് ചോദിക്കുന്ന ചോദ്യം ആരാധനയല്ല മൗലവി സാഹിബേ, ആരാധനയുടെ പരിധിയിൽ അത് പെടുന്നില്ല. ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ആരാധനാ സ്വഭാവത്തിലുള്ള ചോദ്യമാണ് ശിർക്കാകുന്നത് എന്ന് മൗലവി സാഹിബ് സമ്മതിച്ചതുകൊണ്ട് സുന്നികൾ ചെയ്യുന്നത് അതിൽ നിന്ന് മുക്തമാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും ആ കാര്യം നമ്മൾ കൂടുതൽ പരത്തി പറയേണ്ടതില്ല. അൽഹംദുലില്ലാ. മറ്റൊരു കാര്യം ഞാൻ ചോദിച്ച എന്റെ അഞ്ചാമത്തെ ചോദ്യത്തിന് മൗലവി, അഞ്ചാമത്തെ ചോദ്യം ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി അടിമയും റസൂലുമാണ് റസൂലുള്ളാഹ് എന്ന വിശ്വാസത്തോടെ മുഹമ്മദ് നബിയോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണ് എന്നതിന് ഖുർആനിൽ ഒരു ആയത്തോതണമെന്നായിരുന്നു എന്റെ ചോദ്യം. മൗലവി സാഹിബ് ഒരൊറ്റ ആയത്തും ഓതിയിട്ടില്ല, ഒരായത്തും അതിന് ഓതിയിട്ടില്ല. ഓതിയ ആയത്താണെങ്കിലോ അത് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന ആളുകളെ കുറിച്ചുള്ള പരാമർശമല്ല അതിലുള്ളത്. മൗലവി സാഹിബ് തീരെ ശ്രദ്ധിക്കുന്നില്ല. ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും എന്ന സൂറത്തുൽ ഫാത്തിറിലെ 14ാമത്തെ ആയത്ത്, ആ ആയത്തിന്റെ തൊട്ടു മുമ്പ് മൗലവി സാഹിബ് ശ്രദ്ധിക്കണം. യൂലിജുൽ ലൈല ഫിന്നഹാരി വയൂലിജുൻ നഹാറ ഫിൽ ലൈലി വസഖറ ശംസ വൽ ഖമറ കുല്ലു യജ്രി ലിഅജലിൻ മുസമ്മാ ദാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക്. എന്നിട്ട് അല്ലാഹു പറയുന്നു വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ ഇബാദത്ത് എടുക്കുന്ന ആളുകൾ എന്നാണ് മൗലവി സാഹിബ് പറയുന്നത്. എന്റെ വകയല്ല. ഇമാം ത്വബരി, ഏറ്റവും പ്രാമാണിക ഖുർആൻ വ്യാഖ്യാതാവ് ആയി പരിചയപ്പെടുത്തുന്ന ഇബ്നു ജരീർ ത്വബരി പറയുന്നു ഐ യഖൂലു തആല വല്ലദീന തഅബുദൂന അയ്യുഹന്നാസു മിൻ ദൂനി റബ്ബിക്കും, റബ്ബിനെയും വിട്ട് അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്തെടുക്കുന്ന ആളുകൾ, അവരെ കുറിച്ചാണ് മൗലവി ആ ആയത്തിൽ പറയുന്നത്. ഇന്തദുഉഹും, അങ്ങനെ റബ്ബിനെയും വിട്ട് ഇബാദത്തെടുക്കുന്ന ആളുകൾ ആ മഅബൂദുകളായ അവരുടെ ആരാധ്യ വസ്തുക്കളായ ജീവനുള്ളതോ ജീവനില്ലാത്തതോ ആയ വസ്തുക്കളോട് ചോദിച്ചാൽ ലാ യസ്മഉ ദുആഅക്കും, അവരുടെ ദുആ കേൾക്കില്ല. ഇതാണ് മൗലവി സാഹിബ് ഖുർആനിൽ പറയുന്നത്. തഫ്സീർ ത്വബരിയുടെ 10ാമത്തെ വാല്യം 403ാമത്തെ പേജിൽ കാണാം. ഇമാം റാസി ഈ ആയത്ത് വിശദീകരിച്ചു. വദക്കറ ഫീമൻ അശ്റകൂ ബിഹി, ഇൻ തദ്ഉഹും എന്ന് അല്ലാഹു പറയുന്നത് ശിർക്ക് വെച്ചവരെ കൊണ്ടാണ്. അല്ലാഹുവിനോട് കൂടെ ശിർക്ക് ചെയ്തിരുന്ന ആളുകളുണ്ട്, അവരെ കുറിച്ചാണ്. ബഹുമാനപ്പെട്ട തഫ്സീർ റൂഹുൽ ബയാനിൽ കാണാം ഹാല കൗനിക്കും മുതജാവിസീന അല്ലാഹ വ ഇബാദതഹു, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ ഇബാദത്തിനെയും വിട്ട് നിങ്ങൾ ദൈവങ്ങൾക്ക് ആരാധിക്കുന്ന ആളുകളുണ്ടല്ലോ, ആ ദൈവങ്ങളോട് ചോദിച്ചാൽ അവർ ഉത്തരം ചെയ്യില്ല എന്നാണ്. ഇങ്ങനെ എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളും ഇത് വിശദീകരിച്ചത് കാണാൻ കഴിയും. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന സത്യവിശ്വാസി മുഹമ്മദ് നബിയോട് സഹായം ചോദിക്കുന്നതിനെ കുറിച്ചല്ല ഈ നിങ്ങൾ ഓതിയ ആയത്തിലുള്ളത് മൗലവി. പിന്നെ നിങ്ങൾ ഓദിച്ചത് ഫലാ യംലികൂന കശ്ഫൽ ദുരിഅൻകും, ഈസാ നബിയെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നു, ഉസൈറിനെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നു എന്ന്. സഹോദര, ഉസൈറിനെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നവർ ഈസാ നബിയെ വിളിച്ചു പ്രാർത്ഥിച്ചവരുടെ വിശ്വാസം എന്തായിരുന്നു? ഇന്നല്ലാഹ സാലിസു സലാസ, ഈസാ ഇബ്നുല്ലാഹ്, ഈസാ നബി അല്ലാഹുവിന്റെ പുത്രനാണ്, ഉസൈർ ഇബ്നുല്ലാഹ്, ഉസൈർ അല്ലാഹുവിന്റെ പുത്രനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടായിരുന്നു അവർ വിളിച്ചിരുന്നത്. ആ ആയത്ത് ഞങ്ങൾക്ക് തെളിവല്ല, ഞങ്ങൾക്ക് എതിരിൽ നിങ്ങൾക്ക് അത് ഓതാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. എന്റെ ആദ്യത്തെ 4 ചോദ്യം അവശേഷിക്കുന്നു. 5ാമത്തെ ചോദ്യം, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന സത്യവിശ്വാസി അടിമയാണ് റസൂലാണെന്ന് വിശ്വസിച്ചുകൊണ്ട് മുഹമ്മദ് നബിയോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണ് എന്നതിന് ഖുർആനിൽ നിന്ന് ആയത്തോതണം. മുശ്രിക്കുകൾ ചെയ്തിരുന്ന പരിപാടിക്ക് ആയത്തോതിയത് കൊണ്ട് കാര്യമായില്ല. സുന്നികൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവർ ചെയ്യുന്ന ഈ പ്രവർത്തനത്തിന് നിങ്ങൾക്ക് ആയത്തോതാൻ കഴിയണം. ശിർക്കിന്റെ നിർവചനം നിങ്ങൾ പരിശുദ്ധ ഖുർആൻ കൊണ്ട് തെളിയിക്കണം, ഹദീസ് കൊണ്ട് നിങ്ങൾ തെളിയിക്കണം. അല്ലാഹു അല്ലാത്തവർക്ക് ആരാധന അർപ്പിക്കുന്നത് ശിർക്കാണ് എന്ന് നിങ്ങൾ പറയുന്ന പക്ഷം സുന്നികൾ മുശ്രിക്കുകളല്ല. മുസ്ലിയാരെ, ഖുർആനിൽ നിർവചനം പറയുന്ന കിതാബല്ല,
ഹദീസിന് നിർവചനം പറയില്ല. നിർവചനം പറയാതെയാണ് അള്ളാഹുവിന്റെ റസൂല് തൗഹീദും ശിർക്കും ഈ ലോകത്തെ പഠിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് നബിയോട് ചോദിച്ചിട്ടില്ല തൗഹീദിന്റെ നിർവചനം എന്താ, ശിർക്കിന്റെ നിർവചനം എന്താണ്. ജിബ്രീൽ വന്നപ്പോൾ നബി ജിബ്രീലിനോടും ചോദിച്ചിട്ടില്ല, മുഹമ്മദ് നബി അള്ളാഹുവിനോടും ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് നിർവചനം അതിലുണ്ടാവില്ല. പിന്നെ പിൽക്കാലക്കാരായ ആളുകള് അതിന് പറഞ്ഞ നിർവചനങ്ങൾ ഇതാ നിങ്ങൾ തന്നെ അംഗീകരിക്കുന്നതല്ലേ, അതാ ഞാൻ ഉദ്ധരിച്ചത്. അള്ളാഹു അല്ലാത്തവർക്ക് ആരാധ്യത വകവെച്ചു കൊടുക്കുക. അവ പറഞ്ഞ് ഞങ്ങൾ ചെയ്യുന്നത് ആരാധനയല്ല, അത് പഞ്ചസാര ചാക്കുമ്പോ ഇത് ഉപ്പാകുന്നു എന്ന് എഴുതി വെച്ചോണ്ട് പഞ്ചസാര അല്ലാതെ ആവില്ല. ശിർക്ക് ചെയ്യുന്നവർ അത് ശിർക്കാണ് എന്നൊരിക്കലും സമ്മതിക്കുകയില്ല. അതാണ് ഇപ്പൊ ഒരു കള്ളുകൂടിയാനാണെങ്കിൽ കള്ളുകൂടി തെറ്റാണെന്ന് സമ്മതിക്കും, വ്യഭിചരിക്കുന്നത് സമ്മതിക്കും, ശിർക്ക് എന്നല്ല സമ്മതിക്കൂല. അത് ശുദ്ധ തൗഹീദാണെന്നാ പറയാ. എന്നാലല്ലേ നിങ്ങളെ നേർച്ചയും പൂരവും ഇടപാടും ഒക്കെ നടക്കുള്ളൂ, അതിലാണല്ലോ നിങ്ങളെ നിലനിൽപ്പ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളത് സമ്മതിക്കുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. പക്ഷേ ഇത് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും ആരാധന അർപ്പിക്കലാണ് ശിർക്ക്. ആരാധ്യതയിൽ നിങ്ങൾ അവർ പങ്കുചേർത്തിട്ടുണ്ട്. ഈ ഉദഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നെ വിളിച്ചു തേടൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എനിക്ക് ഇബാദത്ത് എടുക്കുന്നതും ആരെങ്കിലും പിന്തിരിഞ്ഞാൽ അപ്പൊ ദുആയാകുന്ന ഇബാദത്ത് അത് നിങ്ങൾ ചെയ്യുന്നുണ്ട്. വയ്യദീൻ ശേഖയെ രക്ഷിക്കണേ, മമ്പർ തങ്ങളെ എനിക്കൊരു കുട്ടിയെ തരണേ, നാവൂരാണ്ടവരെ എന്നെ സഹായിക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാന്മാർ വിളിച്ച് അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ അള്ളാഹുവിന്റെ പടപ്പുകളോട് ചോദിക്കുന്നുണ്ട്. പടച്ചവനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങള് പടച്ചവനല്ലാത്തവരോട് നിങ്ങൾ ചോദിക്കുന്നുണ്ട്. അതാണ് ശിർക്ക്. അതിനാണ് ഞങ്ങൾ ആയത്തോതിയത്. പിന്നെ മുശ്രിക്കുകൾക്ക് ഇറങ്ങിയ ആയത്ത് ഞങ്ങളെ നേരെ ഓതണ്ടാം. നിങ്ങൾ മുശ്രിക്കീങ്ങളെ പണിയെടുത്താ പിന്നെ അതിനല്ലേ ഓതുക. അപ്പൊ റസൂലുള്ളാഹിന്റെ കാലത്ത് കള്ളു കുടിച്ച ആളുകളെ സംബന്ധിച്ചിറങ്ങിയ ആയത്താണ്. അത് നമ്മളവിടുത്തെ കള്ളുടിച്ചിന് ബാധകല്ല എന്ന് പറയാൻ പറ്റുമോ? ഒരാൾ കള്ളിന്റെ ആയത്തൊന്നുമ്പോ പറയാ അതൊക്കെ മല്ലന്മാരായ അറബികള് കുടിച്ച് കൂത്താടും ഇറക്കിയ ആയത്താ, നമ്മൾ ഈ സാധാരണക്കാരൊരു 100 മില്ലി അടിച്ചിന് അതൊക്കെ ഓതാൻ നിൽക്കുമെന്ന് പറഞ്ഞാ അതുപോലെയാണ് നിങ്ങളുടെ വാദം. അവിടുത്തെ കള്ള് കള്ളാണെങ്കിൽ ആ കള്ളന്നെ ഇവിടെ ഉള്ളത്, അവിടുത്തെ ശിർക്ക് ശിർക്കാണെങ്കിൽ അതിനിറങ്ങിയ ആയത്തന്നെയാണ്. മാത്രമല്ല നിങ്ങളുടെ പരിഭാഷയിൽ തന്നെ പറഞ്ഞെന്താ, അവന് പുറമെ നിങ്ങൾ ആരോട് പ്രാർത്ഥിക്കുന്നുവോ അവ ഈത്തപ്പഴക്കുരുവിന്റെ പാട പോലും സ്വന്തമാക്കുന്നില്ല. കണ്ടോ, ആരോട് പ്രാർത്ഥിക്കുന്നുവോ എന്നാ മഖ്ദൂമി അതിനർത്ഥം കൊടുത്ത്. ആരോട് പ്രാർത്ഥിച്ചാലും, അത് ഈസാ നബിയോട് പ്രാർത്ഥിച്ചാലും ശരി, ഉസൈർ നബിയോട് പ്രാർത്ഥിച്ചാലും ശരി, മൂപ്പര് പറയാ സാലിസു സലാസാന്ന് വിശ്വസിച്ചു, അപ്പൊ പിന്നെ വിളി കേൾക്കൂല. സാലിസു സലാസാന്ന് വിളിച്ച് വിശ്വസിച്ചാലേ വിളി കേൾക്കുള്ളൂ, അല്ലെങ്കിൽ വിളി കേൾക്കൂല. അപ്പോഴേ ഉത്തരം ചെയ്യുള്ളൂ. അങ്ങനെയാണോ? അല്ല. ഈസാ നബിയെ വിളിച്ച് പ്രാർത്ഥിച്ചതും ഉസൈർ നബിയെ വിളിച്ച് പ്രാർത്ഥിച്ചതും ഇബ്രാഹിം നബിയെ വിളിച്ച് പ്രാർത്ഥിച്ചതും ഒക്കെ നമുക്കും ബാധകമാണ്. നിങ്ങൾ പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന കിതാബുകളിൽ പോലും പറഞ്ഞിട്ടുണ്ട്, വകുല്ലു ആയത്തിൻ വറദത്ത് ഫീ ദമ്മിൽ കുഫാർ തജുറു ബിദൈലിഹാ അലാ ഉസാത്തിൽ മുഅ്മിനീൻ. കുഫാറുകളെ ആക്ഷേപിച്ചുകൊണ്ട് വന്നിട്ടുള്ള എല്ലാ ആയത്തും അത് മുഅ്മിനീങ്ങളിൽപ്പെട്ട തെറ്റ് ചെയ്യുന്ന ആളുകളെയും അതിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ അഹ്ല കിതാബിനെ പറ്റി പറഞ്ഞല്ലോ, ഈസാ നബി ഉസൈർ നബിയൊക്കെ അത് തന്നെ ഉദ്ധരിച്ചുകൊണ്ട് യാ അഹ്ലൽ കിതാബി തആലൂ ഇലാ കലിമത്തിന്റെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. വഹാദിഹിൽ ആയത്തു വഇൻ കാനത് ഖിതാബൻ ലിൽ യഹൂദി വൻ നസാറാ ഇല്ലാ അന്നഹാ തജുറു ബിദൈലിഹാ അലാ മൻ യുശ്രികു ബില്ലാഹി ഗൈറഹു മിനൽ മുസ്ലിമീന. കണ്ടോ, ഇവിടെ സംബോധന യഹൂദി നസാറാക്കളോടാണെങ്കിലും മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ ഇന്ന് ശിർക്ക് ചെയ്യുന്നവരെയും അതിന്റെ വരുതിയിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ മുസ്ലിമീങ്ങൾക്ക് ഇറങ്ങിയ ആയത്ത്, മുശ്രിക്കീങ്ങൾക്ക് ഇറങ്ങിയ ആയത്ത്, ക്രിസ്ത്യാനികൾക്ക് ഇറങ്ങിയ ആയത്ത് ഇങ്ങനെയല്ല. ആയത്തിൽ പറഞ്ഞ വിഷയം എന്താണ്? ആയത്തിന്റെ ഉമൂമ് ഏത് കാലത്തേക്കും ബാധകമാണ്, ആ കാലത്തുള്ളവർക്ക് മാത്രം ബാധകമല്ല. അതൊക്കെ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? എന്നിട്ട് മുസ്ലിയാർ ഒരൊറ്റ ചാട്ടം ആയത്ത് ഗണ്ണിക്കാൻ മുമ്പ് കഴിയുന്നില്ല. നിങ്ങൾ ആരോട് പ്രാർത്ഥിച്ചാലും അവർ നിങ്ങളെ പ്രാർത്ഥന കേൾക്കുകയില്ല, കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെ ഉത്തരം ചെയ്യാൻ സാധിക്കുകയില്ല എന്നത് ഈസാ നബിയെ കുറിച്ചും ശരിയാണ്, ഇബ്രാഹിം നബിയെ കുറിച്ചും ശരിയാണ്, മമ്പർത്തനങ്ങളെ കുറിച്ചും ശരിയാണ്, ബദരീങ്ങളെ കുറിച്ചും ശരിയാണ്. അതല്ലേ നബിയും അവരും തമ്മിലുണ്ടായിരുന്ന തർക്കം? അവർ അള്ളാഹുവിനെ വിളിച്ചു തേടിയിരുന്നവരാണ്. അവർ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ അവർ കൃത്യമായി തന്നെ അള്ളാഹിനെ വിളിച്ചു തേടിയിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതാണ് അവരുടെ തൗഹീദ്, അതവരെ ഫിത്രത്തിനനുസരിച്ച് അവർ മടങ്ങുകയാണ് എന്ന് റാദി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിയാരുടെ ചോദ്യത്തിന് ഞാൻ വ്യക്തമായി തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ശിർക്കിന്റെ നിർവചനം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അടിമയും റസൂലുമാണെന്ന വിശ്വാസത്തോടു കൂടിയാണെങ്കിലും അള്ളാഹുവിനോട് ചോദിക്കേണ്ടുന്ന കാര്യം അള്ളാഹുവിന്റെ സൃഷ്ടികളോട് ചോദിച്ചാൽ അത് ബഹുദൈവ വിശ്വാസമാണ്, ശിർക്കാണ് എന്ന്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ അള്ളാഹുവിൽ ആ വിശദാംശങ്ങളോട് കൂടി മുശ്രിക്കുകൾ വിശ്വസിച്ചിട്ടില്ല. അത് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. പരിശുദ്ധ ഖുർആൻ ഇത് വ്യക്തമായി പറഞ്ഞു. ഞാൻ നേരത്തെ വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ ആയത്തിനെ കുറിച്ച് തൊട്ടിട്ടില്ല ഇതുവരെ. കാരണം അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല, അവനിൽ പങ്കു ചേർക്കുന്നവരായിക്കൊണ്ടല്ലാതെ.
മൗലവി സാഹിബ് നേരത്തെ പഠിച്ചു വെച്ച ആയത്തുകൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്, വേറെ മാർഗമില്ലല്ലോ. മൗലവി സാഹിബ് ഒരു കാര്യം പറഞ്ഞു, ഇവിടെ പഞ്ചസാരന്റെ മുകളിൽ പഞ്ചസാര ചാക്കിൽ ചായപ്പൊടി എന്ന് എഴുതിയത് കൊണ്ട് പഞ്ചസാര ചായപ്പൊടി ആവൂല, അതന്നെ ഞങ്ങൾക്കും പറയാനുള്ളത്. ഞങ്ങൾ മഹാത്മാക്കളോട് നടത്തുന്ന